ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഉണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ. അതിന് വേണ്ടി നേന്ത്രപ്പഴം 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 8 അല്ലി ചുവന്നുള്ളി, ഒരു തണ്ട് വേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഇട്ട് ഉണ്ടാക്കാൻ. ഇതുപോലെ പെട്ടെന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നേന്ത്രപ്പഴം ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലുള്ള കറുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് വറുക്കാനായിട്ട് 1.5 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ, 3 ഉണക്കമുളക്, കുറച്ച് വേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നേന്ത്രപ്പഴവും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. കുറച്ച് നേരം ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വരുമ്പോൾ തന്നെ നേന്ത്രപ്പഴം നല്ലോണം വെന്ത് നല്ലോണം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അപ്പോൾ അതിൻ്റെ ആ റോസ് സ്മെല്ല് പോകുന്നവരൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പഴത്തിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ റോസ് സ്മെല്ല് പോകുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മസാലയുടെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്നവരെയും ഇളക്കിയിട്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. നേന്ത്രപ്പഴം ഏതാണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ചത് ഒഴിച്ചിട്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് അടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുളി നോക്കാം. അപ്പോൾ പുളി കുറവുള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് പുളി ചിലത് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ആദ്യം ഒഴിക്കാം. പുളി പാകത്തിനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ഒഴിക്കുമ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിത് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് പുളി കുറവുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് തൈരും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും, അപ്പോൾ ഈ കറിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടിയും വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര. അത് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്താ വെച്ചാൽ പഴത്തിന് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മധുരത്തിൽ കൂടി കുറച്ചും കൂടി മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഇടുക. നിങ്ങൾക്കത് മതിയെങ്കിൽ കുറച്ചും കൂടി ആവാമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കറി ഓഫ് ചെയ്യാം. എന്നിട്ട് കടുകും ഉണക്കമുളക് ഉലുവയൊക്കെ കൂടി പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവയും കടുകും കൂടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്തത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇടുക, വേപ്പിലിട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉണ്ടാക്കാത്തത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ്. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ചെറിയൊരു പുളിയും എരിവും മധുരമൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്